20 വർഷത്തെ പക അത് വീട്ടിക്കൊണ്ടാണ് ഷാഫിയുടെ മണ്ണ് CPM-നോട് മറുപടി പറഞ്ഞത്. ഷാഫിക്ക് മർദ്ദനമേറ്റ പേരാമ്പ്രയിൽ ഇത്തവണ UDF തരംഗം തീർത്തുകൊണ്ട് കണക്ക് ചോദിച്ചു. 20 വർഷത്തിന് ശേഷം പഞ്ചായത്ത് UDF തിരിച്ചു പിടിച്ചു. ആകെയുള്ള 19 വാർഡിലേക്കായിരുന്നു മത്സരം. LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA-യുടെ നിയമസഭാ മണ്ഡലം കൂടിയായിരുന്നു പേരാമ്പ്ര എന്നതും ഏറ്റവും ശ്രദ്ധേയമായ ഘടകമായിരുന്നു. 2000-2005 കാലത്ത് കോൺഗ്രസിലെ ആലീസ് മാത്യു പ്രസിഡന്റായ ഭരണസമിതിയാണ് UDF-ന്റേതായിട്ട് അധികാരത്തിലെത്തിയ ഏക ഭരണസമിതി. കഴിഞ്ഞ തവണ 19 സീറ്റുണ്ടായിരുന്ന പേരാമ്പ്ര പഞ്ചായത്തിൽ 9 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടെയാണ് CPM-ലെ VK പ്രമോദ് പ്രസിഡന്റായത്. അന്ന് 14 സീറ്റ് LDF-നും 5 സീറ്റ് UDF-നും മാത്രം ലഭിച്ചു. അതിന് തൊട്ടു മുൻപത്തെ ഭരണസമിതിയിൽ കല്ലോട് മേഖലയിൽ നിന്നും BJP-ക്ക് ഒരു സീറ്റ് നേടാൻ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ഭരണസമിതിയിൽ BJP-യുടെ സാന്നിധ്യം ഉണ്ടായതേയില്ല. ഇത്തവണ എല്ലാ വാർഡിലും BJP മത്സര രംഗത്തുണ്ടായിരുന്നു. നഗരത്തിനൊപ്പം ഗ്രാമീണ മേഖലയ്ക്കും തുല്യ പ്രാധാന്യമുള്ള പ്രദേശമാണ് ഇവിടം. 2 വാർഡുകൾ വിഭജനത്തിൽ കൂടിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ മറ്റു വാർഡുകളുടെ ഘടനയിലുമുണ്ട്. ചേനായി 1-ാം വാർഡിൽ നിന്നും തുടങ്ങി കല്ലോട്, പാണ്ടിക്കോട്, മരുതേരി മേഖലയുടെ പേരാമ്പ്ര ടൗൺ, എരവട്ടൂർ മേഖലയിലെത്തി 21-ാം വാർഡായിട്ട് എടവരാടാണ് അവസാനിക്കുന്നത്. അടുത്തിടെ UDF പ്രതിഷേധത്തിനിടെ പേരാമ്പ്ര ടൗണിൽ ഷാഫി പറമ്പിൽ MP-ക്ക് പോലീസിന്റെ ലാത്തിക്കടിയേറ്റ സംഭവമായിരുന്നു UDF-ന്റെ പ്രധാന പ്രചാരണ വിഷയമാക്കിയത്. കോഴിക്കോട് പേരാമ്പ്രയിൽ UDF പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിലായിരുന്നു ഷാഫി പറമ്പിലിന് പരിക്കേറ്റത്. പോലീസ് ആക്രമണത്തിൽ തലയ്ക്കും മൂക്കിനും പരിക്കേറ്റ ഷാഫിയെ 3 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയക്ക് വിധേയനാക്കേണ്ടി വന്നു. പോലീസ് മനഃപൂർവ്വം അവിടെ സംഘർഷം അവസ്ഥയുണ്ടാക്കിയതാണെന്നും MP-ക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നുവെന്നും സ്ഫോടക വസ്തു എറിഞ്ഞത് UDF നേതാക്കളിൽ നിന്നും പറഞ്ഞുകൊണ്ട് നേതാക്കളെ അറസ്റ്റും ചെയ്തിരുന്നു. ഇത് പിന്നീട് ഇതെല്ലാം ഉണ്ടാക്കി തീർത്തതാണ് എന്ന്, മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് വെളിപ്പെടുത്തലുമായിട്ട് ഒരു ഉന്നത പോലീസ് മേധാവി തന്നെ എത്തിയിരുന്നു. അതും ഒരു വലിയ ഘടകമായിരുന്നു. പേരാമ്പ്ര DYSP N സുനിൽകുമാർ, വടകര DYSP ഹരിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് മർദ്ദിച്ചതെന്നും റൂറൽ SP ഇക്കാര്യം സംബന്ധിച്ച സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമായിരുന്നു പരാതി ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റ് സ്പീക്കർക്ക് വരെ കത്തെഴുതിയിരുന്നു. പേരാമ്പ്ര സംഘർഷം അവിടെയാണ് വർഷങ്ങൾക്ക് ശേഷമുള്ള UDF-ന് കൊടികുത്തി വാണിരിക്കുന്നത്. അത് ഷാഫിയുടെ കൂടി വിജയമാണെന്ന് നമുക്ക് ഇവിടെ ഉറപ്പിക്കാൻ സാധിക്കും. അവിടെ ആഘോഷിക്കുന്ന നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഷാഫി പറമ്പിൽ വരാതെയാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞത്. വ്യക്തമായ മറുപടി ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ കൊടുത്തിരിക്കുകയാണ്. ഷാഫിയുടെ രക്തം വീണ മണ്ണിൽ ജനാധിപത്യ വിശ്വാസികൾ ബാലറ്റിലൂടെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഈ വിജയം UDF-ന്റെ വിജയമാണ്. UDF-ന്റെ വിജയം. ഷാഫി പറമ്പിൽ വരാതെയാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞത്. വ്യക്തമായ മറുപടി ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ കൊടുത്തിരിക്കുകയാണ്. ഷാഫിയുടെ രക്തം വീണ മണ്ണിൽ ജനാധിപത്യ വിശ്വാസികൾ ബാലറ്റിലൂടെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഈ വിജയം UDF-ന്റെ വിജയമാണ്. UDF-ന്റെ